ഇവിടെ തൃശങ്ക് സ്ഥലമുണ്ട്, അതല്ലാതെ അതിൻ്റെ അപ്പുറത്ത് വേറെ സ്ഥലമുണ്ട്. അതൊരു മാതിരി ഫിൻലാൻഡിൽ ചെന്നൊരു ഫീലാണ്. അപ്പൊ ഞങ്ങളപ്പോ അങ്ങനെ അങ്ങോട്ട് പോയി കാണിക്കാം കേട്ടോ. ഞങ്ങൾ ഇത്രയും പേരുണ്ട്. പിന്നെ കുട്ടിക്കാനം, സ്വിറ്റ്സർലാൻഡ് വഴിയാണ്. ഇത് ഞങ്ങളൊന്ന് കയറി തരാം. ഇതൊരു പള്ളിയാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. നാളെ പരീക്ഷയുള്ള ടീംസാണ് ഈ പോകുന്നത് കേട്ടോ. എന്താവോ നാളത്തെ പരീക്ഷ. ഇനി വൈകിട്ട് ലൈബ്രറിയിൽ പോയിരുന്ന് കുത്തിയിരുന്ന് പഠിക്കണം. നാളെ ഇന്ന് വൈകിട്ട് ഉറക്കം പോയി, എല്ലാം പോയി, ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ സെറ്റ് ക്ലൈമറ്റ് കേട്ടോ, വലിയ മഴയില്ല, എന്നാ തുള്ളിത്തുള്ളിയായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. ടൂറിസ്റ്റുകൾ കുറേ പേര് വരുന്നുണ്ട് കേട്ടോ. അല്ല, ഞാനിവിടെ രണ്ട് വഴിയുണ്ട്. ഇത് മെയിൻ വിൻഡ് വാലി. ഇവിടെ ഇപ്പോൾ കാറ്റുള്ള സ്ഥലം, അതുകൊണ്ട് ഭയങ്കര കാറ്റായിരിക്കും. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് വിൻഡ് വാലി എന്ന് പറയുന്നത്. വീട്ടിലെന്തോരം പേരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ വെച്ചൊന്നും ഞങ്ങൾ കഴിക്കത്തില്ല. ഞാൻ പേരൊക്കെ സത്യം പറഞ്ഞാൽ വാ അങ്ങോട്ട് വരാം. ഭയങ്കര കാറ്റാണ്. ഇവർക്കൊന്നും അറിയാത്ത ഒരു കിഴക്ക സ്ഥലത്തേക്ക് പോവാണ്. പക്ഷെ അങ്ങോട്ട് വഴിയുണ്ട്. എന്നാലും നമ്മൾ വേറെ ഇച്ചിരി കുടിസ് വഴി കൂടെ കയറി പോകണം. അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മ എന്ത് ആ സാധനം 3 പേര് ഒരു വഴിക്ക് പോയാൽ പോവാ. ഇപ്പൊ ഞങ്ങൾ വിൻഡ് വാലി എന്ന് പറയുന്ന സ്ഥലം കണ്ട്. ഇനി അടുത്തത് ഓക്കെ, അങ്ങനെ പറയാം. വിൻലൻഡ് ഓക്കെ. കുട്ടിക്കാലത്തിന്റെ വിൻലൻഡ് എന്ന് പറയും. കണ്ട അതുമായിരിക്കും. ഞാൻ ഫോട്ടോ ഈ കാണുന്ന കേട്ടോ സ്ഥലം. അത് ഞാൻ കഴിഞ്ഞ വർഷം പോയപ്പോൾ എടുത്താണ്. അപ്പോൾ ഇപ്പോൾ നല്ല മഴയൊക്കെ പെയ്ത് സെറ്റായി കിടക്കുമായിരിക്കും. പുല്ലും നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എല്ലാവരും പോയിട്ട് വരാം. അപ്പോൾ തൃശങ്കില് ഇവിടെ കൊണ്ട് ഇവിടെ ഒരു റിസോർട്ടുണ്ട്, തൃശങ്ക് ഹെവൻസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഈ റിസോർട്ടിൽ കയറി സ്റ്റേ അടിക്കാം കേട്ടോ. എന്തായാലും ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ അതെ, ഞാൻ അരണ്യല്ലേ ഇത് കണ്ടോ? അരണ്യത്തിനെ കാണിച്ചു തരാം. ഇവിടെ നോക്കടാ, കണ്ട അരണ്യം. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്ത സ്ഥലം അങ്ങോട്ട് തന്നെ പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ ചെന്നിട്ട് കാണാം കേട്ടോ. താഴെ കുട്ടിക്കാനത്ത് പോലീസിന്റെ ക്വാർട്ടേഴ്സ് കേട്ടോ. ഞാനത് കാണിച്ചു തരാം. നല്ല രസമാണ് കാണാൻ. കണ്ടോ, കാണുന്നത് കുട്ടിക്കാനത്ത് പോലീസിന്റെ ക്വാർട്ടേഴ്സ്. അപ്പോൾ അവിടുന്ന് നേരെ കിടക്കുന്ന വഴി പോയാൽ മതി. ഞങ്ങളങ്ങനെ എത്തി. ഇനി അങ്ങോട്ട് കുറേ വീടൊക്കെ ഉണ്ട്, കുറേ വീടുണ്ട് അങ്ങോട്ട് പോകുന്ന വഴി. ഇവിടെ മഴയൊക്കെ ആയിരുന്നില്ല 2-3 ദിവസമായിട്ട്. വെള്ളമൊക്കെയാണ്. മഴ ഉള്ളപ്പോൾ വരുന്നതായിരിക്കും നല്ലത്. അട്ടയുടെ കടിയൊക്കെ കൊണ്ട് സൂപ്പർ. പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ, കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്. ട്രെയിനിങ് ഒക്കെ അവിടെ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ കയറൊക്കെ തൂക്കിയിട്ടുണ്ട്. അങ്ങനത്തെ കുറേ ട്രെയിനിങ് പരിപാടിയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്
റെസ്ട്രിക്റ്റഡ് ഏരിയ ആണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അപ്പുറം റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ആരെയും കൂടെ കയറ്റി കൊടുത്തല്ലോ, കാരണം ബാരിക്കേഡൊക്കെ വെച്ച് കണ്ടോ, ബാരിക്കേഡൊക്കെ വെച്ചേക്കാണ്. അപ്പോൾ ആരും ഇങ്ങോട്ട് ഇവിടെ വരെ വരുന്ന കുഴപ്പമില്ല. പിന്നെ വേസ്റ്റും കാര്യമൊന്നും ഇടാതിരിക്കരുത്. ഏതോ ഒരുത്തവന്മാരൊക്കെ വന്ന് ഫുഡൊക്കെ അടിച്ചിട്ട് വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വരുന്നവരൊക്കെ സൂക്ഷിച്ചും കണ്ടും വേസ്റ്റ് ഒന്നും ഇടാതിരിക്കുക, കൊണ്ടുപോകാം, വീട്ടിൽ കൊണ്ടുപോകാം, എവിടെയെങ്കിലും കൊണ്ടുപോകാം. കുട്ടിക്കാനത്ത് അതിനുള്ള സംവിധാനമുണ്ട് വേസ്റ്റൊക്കെ ഇടാനുള്ള. പിന്നെ വേറൊരു സങ്കടമായി വാർത്ത പറയാനുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഫോൺ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഓഫായി പോയി. ഞങ്ങൾ പഠിച്ച പണി 18 നോക്കിയിട്ട് സാധനം ഓണാകുന്നില്ല. ഇനിയും അവിടെ പോയി കുട്ടിക്കാനത്തേലും ഫോൺ കട വരെ കൊണ്ട് കാണിക്കണം. അല്ല ഗൈസ്, ഒരുത്തം ബ്രൈറ്റ്നസ് കുറച്ചിട്ടിട്ട് ഫോൺ ഓഫായി പോയെന്ന് പറഞ്ഞിരിക്കുക. ആ കടയിലെങ്ങാനും അതെ, ഇവിടുത്തെ കടക്കാരെ കടയിൽ കൊണ്ട് കൊടുത്ത ബാറ്ററി അടിച്ചു പോയതാ, സ്ക്രീൻ അടിച്ചു പോയെന്ന് പറയുമ്പോൾ 10,000 രൂപ പോയത്. കൊറേ വീട് ചായം പടേ. ഞങ്ങളിത് സ്ഥലത്തോട് ബൈ ബൈ പറയുന്നു. അവിടെ പോലീസുകാർക്ക് നോക്കുന്നുണ്ട്. ഇപ്പൊ ബൈ ബൈ. ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് ധൃതി വെച്ച് പോകുന്നതിന്റെ കാരണം എന്നറിയോ, ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ അവിടെ വിട്ടിട്ട് വന്നേ. ലൈബ്രറി പോകാം. അപ്പോൾ ഓക്കെ, വൈകിട്ടത്തെ പ്ലാൻ പറ. വൈകിട്ടത്തെ പ്ലാൻ എന്താ? പ്ലാനോ? ചായ കുടിക്കുന്ന കിടക്കുന്നു. നാളെ പരീക്ഷയില്ല, പഠിക്കണ്ടേ? അത് കഴിഞ്ഞ് മതി കണ്ടുപിടുത്തം. വീണ്ടും ഞങ്ങൾ അതേ പഴയ വഴി വന്നു. ഇത് ഞങ്ങൾ വന്നപ്പോൾ അമ്മച്ചി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മച്ചി അവിടെ തന്നെ വീണ്ടും നിൽപ്പുണ്ട്. അമ്മച്ചിക്ക് കയറിപ്പോൾ സമയമായില്ലെന്ന് തോന്നുന്നു. അടുത്ത് കൈ പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത് അവിടെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ താഴെ ഇറങ്ങിയിരിക്കുന്നു. ഇതിന് താഴെ റോഡുണ്ട്. കാർമേഘമൊഴിഞ്ഞു, പൂമെല്ലെ വിരിഞ്ഞു, കാറ്റാകെ മൂളുന്നൊരീണമോ. കാറ്റുപോലെ അറിയാമോന്ന് എനിക്കറിയില്ല. എനിക്കറിയാമോന്ന് നിങ്ങൾക്കും അറിയത്തില്ല. എന്നാലും നല്ലൊരു മഴ പെയ്തു വരുന്നുണ്ട്. വാട്ടർ പ്രൂഫ് ഒന്നുമല്ല. അപ്പൊ ബൈ, ടാറ്റാ. ബൈ. കേൾക്കേണ്ട കിസ്സകൾ കഥ